ഈ ആന ഇപ്പോൾ ഒരു പുഴ കടന്ന് ഉള്ള ജനവാസ മേഖലയിൽ നിൽക്കുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാകുന്നത്. അവിടെ നല്ല ജനസാന്ദ്രതയുള്ള പ്രദേശമാണോ? ആളുകളോട് എന്ത് നിർദ്ദേശമാണ് അധികൃതർ നൽകിയിട്ടുള്ളത്? വീടിനുള്ളിൽ തന്നെ ഇരിക്കാൻ ആണോ നിർദ്ദേശം? ആളുകൾ അതൊക്കെ അനുസരിക്കുന്നുണ്ടോ? രേണുക, രാവിലെ മുതൽ ഇത്തരത്തിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനയ്ക്ക് പിന്നിൽ പുറകെ തന്നെ ജനങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ജാഗ്രതാ നിർദ്ദേശം വനംവകുപ്പ് നൽകിയിട്ടുണ്ട്. നഗരസഭയിൽ പരിധിയിൽ നിരോധനാജ്ഞയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സ്കൂളുകളിലേക്ക് കുട്ടികളെ അയക്കരുത് എന്നുള്ള നിർദ്ദേശവുമുണ്ട്. അഥവാ സ്കൂളിലെത്തിയാൽ തന്നെ പുറത്തിറങ്ങരുത് എന്നുള്ള നിർദ്ദേശവുമുണ്ട്. ഈ പ്രദേശം എന്ന് പറയുന്നത് ജനവാസ മേഖലയോട് ചേർന്ന ടൗണിനോട് ചേർന്ന പ്രദേശമാണ്. ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്നും ആനയെ തുരത്തുക എന്നുള്ളത് വലിയ ശ്രമകരമായ കാര്യമാണ്. ഇവിടെ നിന്നും വനത്തിലേക്ക് ഏകദേശം 20 കിലോമീറ്റർ അകലെയാണ് വനമുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ജനവാസ മേഖലയോട് ചേർന്ന് തന്നെ ഇവയെ തുരത്താനുള്ള നടപടിയിലേക്ക് കടക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഇതിനെ മയക്കുപിടി വെക്കാനുള്ള ഒരു നീക്കത്തിലേക്ക് മയക്കുപിടി വെക്കാനുള്ള ഉത്തരവ് കാക്കുന്നുണ്ട്. പക്ഷേ ജിൻസ്, ആന പരിഭ്രാന്തിയിലാണ്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ ചിലപ്പോഴൊക്കെ വലിയ ആൾക്കൂട്ടങ്ങൾ കാണാം. അത് വനംവകുപ്പ് ഉദ്യോഗസ്ഥരോ മറ്റോ അല്ല, ജനങ്ങൾ തന്നെ കൂട്ടം കൂടി ആനയെ പിന്തുടരുന്നുണ്ട് എന്ന് തോന്നും തരത്തിലുള്ള ദൃശ്യങ്ങൾ കൂടിയുണ്ട്. അങ്ങനെ ഒരു സാഹചര്യമുണ്ടോ? അത് ആനയെ കൂടുതൽ പരിഭ്രാന്തിയിലാക്കുന്നുണ്ടോ? നിലവിൽ ഈ ആളുകൾ ഈ കൂട്ടം കൂടി നിൽക്കുന്നത് യഥാർത്ഥത്തിൽ ഈ കാട്ടാനയെ പരിഭ്രാന്തിയിലാക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഈ പായോട് മുതൽ ഇങ്ങോട്ട് വരുന്നത് മുതൽ ആളുകളുടെ ഒരു കൂട്ടം തന്നെ ഈ കാട്ടാന കണ്ടിരുന്നു. അതിനുശേഷം ഇത് ഈ തൊട്ടടുത്തുള്ള ഈ വാഴത്തോട്ടത്തിൽ തമ്പടിച്ചിരിക്കുകയാണ്. എന്തായാലും ഇത് മറ്റുള്ള സ്ഥലത്തേക്ക് പോകുമോ എന്നുള്ള ആശങ്ക നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ ഏതാണ്ട് 6 മണിക്കൂറായിട്ടൊക്കെ വലിയ രീതിയിൽ പരിഭ്രാന്തി പരത്തുകയാണ് ആന. ഈ പോകുന്ന ദിശ, ഈ ആന സഞ്ചരിക്കുന്ന ദിശ എങ്ങോട്ടാണ്? കാടിനോട്ട് അടുക്കുകയാണോ അതോ അകലുകയാണോ? നിലവിൽ ഏകദേശം 20 കിലോമീറ്റർ അകലെയാണ് ഇപ്പോൾ ഈ കാട്ടാനയുള്ളത്. വനത്തിൽ നിന്നും ഏകദേശം 20 കിലോമീറ്റർ അകലെയാണ് ഉള്ളത്. ആദ്യം ഈ പായോട് എന്ന് പറഞ്ഞ സ്ഥലത്ത്, എടവക പഞ്ചായത്തിലെ പായോട് എന്ന സ്ഥലത്തെത്തുകയും പിന്നീട് അത് മാനന്തവാടി നഗരസഭയിലേക്ക് കടക്കുകയാണ് ചെയ്തത്. അതിന്റെ ദൃശ്യങ്ങളാണ് അല്പസമയം മുൻപ് കണ്ടത്. എന്തായാലും ഇപ്പോൾ നിലവിലുള്ളത് ഈ മാനന്തവാടി ടൗണിനോട് അടുത്തു ചേർന്നുള്ള ഈ പ്രദേശത്ത് തന്നെയാണ് ഇത് തമ്പടിച്ചിരിക്കുന്നത്. കൃത്യമായി പറഞ്ഞാൽ ഇതിനെ മയക്കുവെടി വെക്കാനുള്ള ഒരു സന്ദർഭം തന്നെയാണ്, കൃത്യമായിട്ടുള്ള ഒരു ഇതിനെ വെക്കാനുള്ള ഒരു സാഹചര്യം നിലവിലുണ്ട്. എന്തായാലും ഉത്തരവിനായി കാത്തിരിക്കുകയാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരും. എന്തായാലും ഉത്തരവ് ഇറങ്ങിയാൽ തന്നെ ഉടനെ മയക്കുവെടി വെക്കാനുള്ള ഒരു നീക്കത്തിലാണ് വനംവകുപ്പ് ഉള്ളത്. ആളുകൾ അതേസമയം ഈ ആനയെ കാണുന്നതിനും അതുപോലെ തന്നെ ഇവിടെ എത്തുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. എന്തായാലും പോലീസും അതുപോലെ തന്നെ വനംവകുപ്പും ആളുകളെ നിയന്ത്രിക്കുന്ന ഒരു സ്ഥിതിയുമുണ്ട്. ജിൻസ്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകിയിരുന്നു. പക്ഷേ അവധി പ്രഖ്യാപിക്കും മുൻപ് സ്കൂളുകളിൽ എത്തിയ കുട്ടികളുണ്ട്. അവരോട് അവിടെ തുടരാനുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. വീട്ടിൽ നിന്ന് പുറപ്പെട്ടിട്ടില്ല എങ്കിൽ കുട്ടികൾ വിദ്യാലയങ്ങളിലേക്ക് പോകരുത് എന്നൊരു നിർദ്ദേശവും ഒക്കെ നൽകിയിരുന്നു. അതൊക്കെ പരിഭ്രാന്തി ഉണ്ടാക്കുന്നതാണോ? ഏറെ നേരം ഇങ്ങനെയൊക്കെ ഒരുപക്ഷെ പുറപ്പെട്ട് വഴിയിലൊക്കെ അകപ്പെട്ടിട്ടുള്ള സാഹചര്യങ്ങളുമൊക്കെ ഉണ്ടാകുമല്ലോ. പിന്നെ മറ്റ് പൊതു സംവിധാനങ്ങൾ അത് ഉപയോഗപ്പെടുത്താനൊക്കെയുള്ള ശ്രമം ആളുകളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും. ആശുപത്രികളായാലും മറ്റു സർക്കാർ ഓഫീസുകളായാലും ഒക്കെ ഉള്ള ഇടങ്ങളാണോ ഇത്? അങ്ങനെ പൊതുവെ ആളുകൾക്ക് പുറത്തിറങ്ങരുത്, ഇങ്ങനെയുള്ള സേവനങ്ങൾക്ക് വേണ്ടി പോലും എത്തരുത് എന്നൊരു നിർദ്ദേശമാണോ നൽകിയിട്ടുള്ളത്? നിലവിൽ ഈ മാനന്തവാടി നഗരസഭാ ഡിവിഷനിലെ 24, 25, 26, 27 ഡിവിഷനും അതുപോലെ തന്നെ എടവക പഞ്ചായത്തിലെ വാർഡ് 4, 5, 6 എന്നിവിടങ്ങളിലുമാണ് നിലവിൽ ഈ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ആളുകളോട് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, കൃത്യമായ ജാഗ്രത പാലിക്കണം. ഈ മാനന്തവാടി ടൗണിലേക്ക് വരുന്നത് തന്നെ പരമാവധി കുറയ്ക്കണം എന്നുള്ള കാര്യമാണ് ജില്ലാ ഭരണകൂടം മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. ഈ ആനയെ പിന്തുടരുകയോ ഫോട്ടോയോ മറ്റു വീഡിയോയോ എടുക്കരുതെന്നും കൃത്യമായിട്ടുള്ള ഒരു നിർദ്ദേശമുണ്ട്. അത്തരത്തിൽ ആനയെ പിടികൂടാനുള്ള നടപടികൾ അടിയന്തരമായി സ്വീകരിച്ചു വരികയാണെന്നും ഇതിന് മറ്റുള്ള തടസ്സങ്ങൾ നേരിടുകയാണെങ്കിൽ അവർക്കെതിരെ നടപടി ഉണ്ടാകുമെന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ നേരത്തെ പറഞ്ഞിരുന്നു. ജനങ്ങളോട് ജാഗ്രത പാലിക്കാനും അതുപോലെ തന്നെ വനപാലകരോട് സഹകരിക്കണമെന്നും വനംവകുപ്പ് മന്ത്രി AK ശശീന്ദ്രനും കുറച്ചു നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. എന്തായാലും ഇതിനെ മയക്കുവെടി വെക്കാനുള്ള കാര്യങ്ങളിലേക്കാണ് ഇപ്പോൾ വനംവകുപ്പ് കടക്കുന്നത്. ഈ നഗരത്തോട് ചേർന്ന എടവക പഞ്ചായത്തിലെ പായോട് ജനവാസ മേഖലയിലായിരുന്നു ഈ കാട്ടാനയെ ആദ്യം കാണുന്നത്. അതിനുശേഷമാണ് ഇത് മാനന്തവാടി നഗരസഭയുടെ ഈ പരിധിയിലേക്ക് എത്തുകയുണ്ടായത്.
എന്തായാലും കുട്ടികളെ സ്കൂളിലേക്ക് വിടരുത് എന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഈ സ്കൂളിലെത്തിയ കുട്ടികൾ പുറത്തിറങ്ങാൻ പാടില്ല എന്നുള്ള കർശനമായിട്ടുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ആളുകളോട് കൃത്യമായ ജാഗ്രത പാലിക്കണം എന്നുള്ളതാണ് പറയുന്നത്. ഈ വനമില്ലാത്ത ഈ ജനവാസ മേഖല കൂടി ആയതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ കർശനമായിട്ടുള്ള ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. രേണുക, ജിൻസാണ് വിവരങ്ങൾ നൽകുന്നത്. മാനന്തവാടിയെ വിറപ്പിച്ച് കാട്ടാന ഇപ്പോഴും അവിടെ തുടരുകയാണ്. പുഴ നീന്തിക്കടന്ന കാട്ടാന ഇപ്പോഴും ജനവാസ മേഖലയിൽ തന്നെയാണ് ഉള്ളത്. വലിയ ആശങ്കയാണ്. ജനങ്ങളോട് പുറത്തിറങ്ങരുത് എന്ന ഒരു നിർദ്ദേശമാണ് അധികൃതർ നൽകിയിരിക്കുന്നത്. ഓപ്പറേഷൻ ജംബോ എന്ന ദൗത്യത്തിലൂടെ കർണാടക വനം വകുപ്പ് ഹസനിൽ പിടിച്ച ആനയാണ്. തണ്ണീർ എന്നു പേരുള്ള ആനയാണ് ഈ ജനവാസ മേഖലയിൽ ഇറങ്ങിയിരിക്കുന്നത് എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. റേഡിയോ കോളർ ഘടിപ്പിച്ച ശേഷമാണ് ബന്ദിപ്പൂർ വനാതിർത്തിയായ മൂലഹൊള്ളയിൽ ഈ ആനയെ തുറന്നുവിട്ടത്. അപ്പോഴാണ് തണ്ണീർ എന്ന പേരും നൽകിയത്. നമുക്ക് ചില പ്രതികരണങ്ങളിലേക്ക് കൂടി വനം വകുപ്പിന്റെ നേതൃത്വത്തിൽ ആനയെ തുരത്താനുള്ള ശ്രമം തുടരുകയാണ്. ആവശ്യമെങ്കിൽ മയക്കുവെടി വെക്കുമെന്നും ജനങ്ങൾ ഉദ്യോഗസ്ഥരുമായി സഹകരിക്കണമെന്നും വനം മന്ത്രി എ കെ ശശി